പ്രവാസികളുടെ കാതുകളിൽ എന്നും രാവിലെ എത്തുന്ന രണ്ട് ശബ്ദങ്ങളാണ് ആർ ജെ വൈശാഖ്, ആർ ജെ സമീറാണ്. ഇന്ന് ഇവിടെ എത്തിയതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വൈശാഖിന്റെ ബർത്ത്ഡേ കൂടിയാണ്. എന്താണ് വൈശാഖിന് മലയാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത്? അയ്യോ, ഒത്തിരി സന്തോഷം. ഇന്ന് രാവിലെ തന്നെ കുറെ പേര് നമ്മൾ വിളിച്ചിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ്. താങ്ക്ഫുൾ ടു എവ്രി വൺ. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി. സമീറൊക്കെ പിന്നെ ഒന്നാം ഒരു പെയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അഡാർ കോമ്പിനേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ബർത്ത്ഡേക്ക് പറയുമ്പോൾ വാട്ട് ഡു യു ഫീൽ? ഞാനിന്ന് രാവിലെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുമായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ടു ദ മാൻ ഐ വേക്ക് അപ്പ് ടു. രാവിലെ എഴുന്നേറ്റ് കാണുന്ന the man I talk to and see every day but never loved. ശരിക്കും അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെലിപ്പതി അപാരമാണ്. ഞാൻ എന്താ പറയാൻ പോകുന്നത് വൈശാഖിന്, വൈശാഖ് എന്താ പറയാൻ പോകുന്നത് എനിക്ക് ഇപ്പം ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. റേഡിയോയിൽ വരുന്ന ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മീഡിയയിൽ വരുന്ന ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടിനെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? റേഡിയോയിൽ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി റിയൽ എന്നുള്ളതാണ്. നമ്മൾ എന്താണോ അതായിട്ട് തന്നെയാണ് ഞങ്ങൾ റേഡിയോയിലുള്ളത്. ഞങ്ങൾ അതിനകത്ത് വേറെ ഒരു ഗിമിങ്സും ഞങ്ങൾ കാണിക്കാൻ നിൽക്കുന്നില്ല, ഒരു ഷോ ഓഫും കാണിക്കാൻ നിൽക്കുന്നില്ല. ഒത്തന്റിക് സൈഡ്. കാരണം ഫേക്ക് ആയി കഴിഞ്ഞാൽ എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും? എന്തൊക്കെ കള്ളത്തരം കാണിച്ചു എന്നുള്ളത് നമ്മൾ ഓർത്തോർത്ത് വെക്കണം. അതന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. ബി റിയൽ, റിയലിസ്റ്റിക് ആയിട്ട് ഓത്തന്റിക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തീർച്ചയായിട്ടും ബ്യൂട്ടി. ദാറ്റ് ഈസ് എ മെസ്സേജ് ഫ്രം ദ ബർത്ത്ഡേ ബോയ്. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ബൈ. താങ്ക് യു. മുനീർ അൽ വഫ വിത്ത് ലവ്.